വാട്ട് ഡു ദേ തിങ്ക് അബൌട്ട് യു റൈറ്റ് നൗ? നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഈ നിമിഷം നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് അമിതമായിട്ടുള്ള ഒരു ഫിസിക്കൽ അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പൊ നിങ്ങളെ നേരിൽ കാണുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ കോൺഫ്ലിക്ട്സ് ഒക്കെ നടന്നിട്ട് ഒത്തിരി നാളുകളായിട്ട് സെപ്പറേറ്റഡ് ആയിട്ടുണ്ടാവാം. അതുകൊണ്ട് നിങ്ങളെ നേരിട്ട് കാണണമെന്നും ആ ഒരു പ്രണയം നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യണമെന്നൊക്കെ ഇപ്പോൾ ഈ വ്യക്തിക്ക് തോന്നുന്നുണ്ട്. അത്രയും ഒരു ഫിസിക്കൽ കണക്ഷൻ അല്ലെങ്കിൽ ഫിസിക്കൽ അട്രാക്ഷൻ നിങ്ങളോട് തോന്നുന്ന ഒരു സമയമാണ്. അതുപോലെ നിങ്ങളോട് ഒട്ടും ഈ വ്യക്തി ലോയൽ ആയിരുന്നില്ല. പലതരത്തിൽ നിങ്ങളെ ഹേർട്ട് ചെയ്യുകയും അവഗണിക്കുകയും ഒക്കെ ചെയ്തതുകൊണ്ട് നിങ്ങളെ അവർക്ക് നഷ്ടമായി പോയി എന്ന് ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു കുറ്റബോധത്തിൽ ഈ വ്യക്തി ഒരുപാട് കരയുന്നുണ്ട്. എസ്പെഷ്യലി ഓൺ നൈറ്റ് ടൈംസ് അവർ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. വളരെയധികം ഡിപ്രസ്ഡ് ആയിട്ട് കാണുന്നുണ്ട് ഈ വ്യക്തി. പുറമേ ഈ വ്യക്തി ഒരു കാര്യങ്ങളും എക്സ്പ്രസ് ചെയ്യാത്ത വ്യക്തികളാണ് എങ്കിൽ പോലും ഈ വ്യക്തി ഒറ്റയ്ക്കാവുന്ന സമയത്തൊക്കെ വളരെയധികം ഡിപ്രഷനിലേക്ക് പോകുന്നുണ്ട്. നിങ്ങളെ അത്രയധികം അവർക്ക് മിസ് ആവുന്നുണ്ടെന്ന് കാണുന്നുണ്ട്. ഒരു ലോസ് ഫീലിംഗ് അവർക്ക് ഉണ്ടാവുന്നതായിട്ടും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഇപ്പോൾ ഡിസിഷൻ എടുക്കുന്നത് ഈ റിലേഷൻഷിപ്പിനെ ബാക്ക് ടു നോർമൽ ആക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി എഫേർട്ട് ഈ വ്യക്തിയായിട്ട് തന്നെ എടുക്കേണ്ടതായിട്ടുണ്ട് എന്നവര് ചിന്തിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ളൊരു ഡിസിഷനും ഈ വ്യക്തി എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതിന്റെ പേരിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒത്തിരി മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. മേ ബി നിങ്ങൾക്കിടയിലുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ എൻഡ് ആയി പോകുന്നു എന്നുള്ളൊരു സിറ്റുവേഷനും കാണുന്നുണ്ട്. ഓക്കെ, അത്രയും വലിയൊരു മാറ്റം, അത്രയും മേജർ ചേഞ്ച് ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് സംഭവിക്കാൻ പോകുന്നത്. ഓക്കെ, അത്തരം ഒരു ചേഞ്ച് എങ്ങനെ ഈ റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതിനെ പറ്റി ഈ വ്യക്തി അഗാധമായിട്ട് തന്നെ ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ട് ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം ഈ ഒരു സിറ്റുവേഷനിൽ നിന്നൊരു ഫ്രീഡം ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാവുന്നത്. അത്രയും ഡീപ്പായിട്ട് ഈ വ്യക്തി നിങ്ങളുടെ അരികിലേക്ക് എത്തിച്ചേരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുന്നുണ്ട്. ഓക്കെ, ഡെഫിനറ്റ്ലി ഈ വ്യക്തി ഇത്രയും നാൾ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്തിട്ടില്ലാത്ത പ്രണയവുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു അവസരം നിങ്ങളുടെ മുന്നിൽ വന്നു ചേരും. ഈ വ്യക്തിയും നിങ്ങൾക്കും ഇടയിൽ ഉണ്ടായിട്ടുള്ള ട്രസ്റ്റ് ഇഷ്യൂസ് എല്ലാം മാറിപ്പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ സക്സസ് ആവുന്നു എന്ന് കാണുന്നുണ്ട്. പല തവണ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടും നിങ്ങളുടെ ലൈഫിൽ ഒരു സക്സസ് ഉണ്ടായിട്ടില്ല. ഈ വ്യക്തിയെ നിങ്ങൾ പലതരത്തിൽ അട്രാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ ഇതുവരെയും പോസിബിൾ ആയിട്ടുണ്ടാവില്ല. പക്ഷെ ഈ ഒരു ടൈം മുതൽ ആ ഒരു സക്സസ് ആണ് നിങ്ങളുടെ ലൈഫിൽ വന്ന് ചേരുന്നത് എന്ന് നമുക്കിവിടെ ക്ലാരിഫിക്കേഷൻ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ വ്യക്തിയും നിങ്ങളുമായിട്ടുള്ള ഒരു കെമിസ്ട്രി വളരെയധികം ഡീപ്പായിട്ടുള്ള ഒരു കണക്ഷനാണ് നിങ്ങൾ തമ്മിലുള്ളത്. അതുകൊണ്ട് ഒരിക്കലും ഒരു തരത്തിലുള്ള നെഗറ്റിവിറ്റീസിനും നിങ്ങളെ സെപ്പറേറ്റഡ് ആക്കാനായിട്ട് കഴിയില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. അതുകൊണ്ട് ഈ വ്യക്തി ഒരു പുതിയ രീതിയിൽ തന്നെ നിങ്ങളെ അപ്രോച്ച് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മേ ബി ഈ ഒരു റീഡിംഗ് നിങ്ങൾ കാണുന്ന നേരം അല്ലെങ്കിൽ കണ്ട് കഴിഞ്ഞ സമയങ്ങളിൽ ഈ വ്യക്തിയും നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, അഡ്ജസ്റ്റ്മെന്റ്സ് ആർ റിക്വയർഡ്. ഓക്കെ, ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് സാഹചര്യത്തോട് പൊരുത്തപ്പെട്ട് പോകേണ്ടതായിട്ട് കാണുന്നുണ്ട്. വർക്ക് ത്രൂ യുവർ ഫിയേഴ്സ്. ഒരു കാര്യങ്ങളും നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. ഏത് സാഹചര്യമായിരുന്നാലും അതിനോട് പൊരുതി നിന്നുകൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇത് എനർജി ഈസ് ഗെയിനിങ് മൊമെന്റം. ഇത്രയും നാളും നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു സ്ട്രെങ്ത് ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ അതിന് ആ ഒരു എനർജി അത് നേടിയെടുക്കുന്നു, അല്ലെങ്കിൽ അത് കൂടുതൽ സ്ട്രോങ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് റിലേഷൻഷിപ്പിലേക്ക് വന്നു ചേരുന്നു. ഓക്കെ, നത്തിങ് ഈസ് യെറ്റ് സെറ്റ് ഇൻ സ്റ്റോൺ. ഓക്കെ, യൂണിവേഴ്സിൽ എന്നുള്ള മെസ്സേജ് ആണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഇമ്പോസിബിൾ ആണെന്ന് തോന്നുന്ന ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ പോസിബിൾ ആകും. അതായത് ഒരിക്കലും ഒരു കാര്യങ്ങളും ലൈഫിൽ സ്ഥിരമായിട്ട് നിലനിൽക്കുന്നതല്ല. ഇതിപ്പോൾ നിങ്ങളുടെ ആ ഒരു സങ്കടകരമായ സിറ്റുവേഷൻ ആയിരുന്നാലും നെഗറ്റിവിറ്റീസ് ആയിരുന്നാലും എപ്പോഴും നിങ്ങൾക്ക് ആ എക്സ്പീരിയൻസ് ഉണ്ടാവണം എന്നില്ല. മാറ്റങ്ങൾ തീർച്ചയായിട്ടും ലൈഫിൽ സംഭവിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അത്തരം കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. അതുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ ആ മാറ്റം സംഭവിക്കും എന്നുള്ളതിന്റെ ക്ലാരിറ്റി കൂടി നമുക്കിവിടെ ലഭിച്ചിരിക്കുകയാണ്. When I met you, my life completely changed. I don't wish to lose you. Okay,
നിങ്ങളെ കണ്ടുമുട്ടിയ നിമിഷം മുതൽ അവരുടെ ലൈഫിൽ ഒത്തിരി ഒത്തിരി പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും തന്നെ ലൈഫിൽ നിന്ന് നിങ്ങളെ നഷ്ടമാകാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടാവില്ല. ആൻഡ് യു മേക്ക് മൈ വേൾഡ് സോ മച്ച് ബ്യൂട്ടിഫുൾ. ഐ ലവ് ബീയിങ് വിത്ത് യു. ഓക്കെ, വീണ്ടും ആ ഒരു കാര്യം തന്നെയാണ് പറയുന്നത്. അവരുടെ ജീവിതത്തിൽ ഇത്രയും മനോഹരമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്ന, അല്ലെങ്കിൽ അവരുടെ ലോകം തന്നെ ഇത്രയും മനോഹരമാക്കിയ ഒരു വ്യക്തിയാണ് നിങ്ങൾ. അതുകൊണ്ട് ഒരിക്കലും നിങ്ങളെ വിട്ടു പിരിയാൻ ഈ വ്യക്തിക്ക് കഴിയില്ല. അത്രയും നിങ്ങളോട് ഒരുമിച്ച് ഉണ്ടാവാൻ ഈ വ്യക്തി ഇഷ്ടപ്പെടുന്നു. ആൻഡ് ഐ നോ ഐ എം നോട്ട് ഡിസേർവിങ് യു. ഓക്കെ, ഈ ഒരു ചിന്ത പോലും അവർക്ക് ഉണ്ടാവണം. കാരണം അവര് നിങ്ങളെ അർഹിക്കുന്നില്ല. കാരണം നിങ്ങൾ അത്രയും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അവർക്ക് ഒരു യോഗ്യതയില്ലാത്തത് പോലെ അവർക്ക് ഫീൽ ചെയ്യണം. അവർ നിങ്ങളെ ഡിസേർവ് ചെയ്യുന്നില്ല എന്ന് പോലും അവർക്ക് ഫീൽ ചെയ്യുന്നു. ഓക്കെ, ആൻഡ് ഐ വോണ്ട് ടു ടെൽ യു സംതിങ്. തീർച്ചയായിട്ടും അവർ നിങ്ങളോട് എന്തോ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് യു ആർ മൈ സോൾമേറ്റ്. ഓക്കെ, അവർ നിങ്ങളോടായി പറയുന്നതും ആ ഒരു കാര്യമാണ്. നിങ്ങൾ അവരുടെ സോൾമേറ്റ് ആണെന്ന് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഐ റിയലി വോണ്ട് ടു ബി വിത്ത് യു, ബട്ട് ഐ ജസ്റ്റ് ഡോണ്ട് നോ ഹൗ വി ആർ ഗോയിങ് ടു മേക്ക് ദിസ് വർക്ക്. അവരിപ്പോഴും നിങ്ങളോട് ഒരുമിച്ച് ഉണ്ടാവാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ എങ്ങനെയാണ് ഇത് പോസിബിൾ ആക്കേണ്ടത് എന്ന് അവർക്ക് അറിയുന്നുണ്ടാവില്ല. മേ ബി സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങൾ തമ്മിൽ ഡിസ്റ്റൻസിലായ വ്യക്തികളായിരിക്കാം. വിൽ യു വെയിറ്റ് ഫോർ മീ? അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇനിയും വെയിറ്റ് ചെയ്യുമോ എന്ന് അവർ നിങ്ങളോട് ചോദിക്കുകയാണ്. ആൻഡ് ഐ ജസ്റ്റ് വാണ്ടഡ് ടു ലെറ്റ് യു നോ ഐ ആം തിങ്കിങ് ഓഫ് യു റൈറ്റ് നൗ. ഐ സോറി, ലോട്ട്സ് ഓഫ് ഫീലിങ്സ് ഫ്രം മൈ ഹാർട്ട്. ഓക്കെ, ഇപ്പോഴും അവർ നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത് എന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഫീലിങ്സ് ആണ് അവരുടെ മനസ്സിൽ, ഹൃദയത്തിൽ നിങ്ങൾക്കായിട്ടുള്ളത്. ആൻഡ് ഐ സ്റ്റാർട്ട് മിസ്സിങ് യു ദ മൊമെന്റ് യു ലൂ. നിങ്ങളെ നഷ്ടമായ നിമിഷം മുതൽ ആ വ്യക്തിക്ക് നിങ്ങളെ മിസ് ചെയ്യാൻ തുടങ്ങി. ആൻഡ് ഐ നോ ഐ ഹേർട്ട് യു. ഓക്കെ, അവർക്കറിയാം അവർ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചു എന്നുള്ള കാര്യം. ആൻഡ് ഐ നോ യു മിസ് മീ. ഐ ആം ഇൻകംപ്ലീറ്റ് വിത്തൗട്ട് യു. നിങ്ങൾ അവരെ മിസ് ചെയ്യുന്നുണ്ട് എന്നും അവർക്കറിയാം. അവർക്കറിയാം നിങ്ങളില്ലാണ്ട് അവരുടെ ലൈഫ് പോലും കംപ്ലീറ്റ് ആവുന്നില്ല എന്ന്. ഓക്കെ, ആൻഡ് ഐ വോണ്ട് ടു ചേഞ്ച്. ഓക്കെ, അതുകൊണ്ട് ഇത്തരം സാഹചര്യങ്ങൾ തന്നെ മാറണം എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ആയിട്ട് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത്. ഹിയറിംഗ് ഇഷ്യൂ. നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഹിയറിംഗ് ഇഷ്യൂസ് ഉണ്ടാവാം. കേൾവിക്കുറവോ അല്ലെങ്കിൽ ഇയറിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉള്ളവരോ ആയിരിക്കാം. നമ്പർ 19, purple color. 25, letter N. April month. May month, letter T. And finally blue color. Okay.